അനാവശ്യം ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഫ്രിഡ്ജ് ഒഴിവാക്കാൻ തന്നെ വേണം. ഫ്രിഡ്ജ് ഒഴിവാക്കാൻ വേണം വീട്ടിൽ നിന്ന്. അത് വേസ്റ്റ് ഉണ്ടാക്കും, വീട്ടിൽ ആവശ്യമില്ലാത്ത വേസ്റ്റ് ഉണ്ടാക്കും. നമ്മൾ ഒരു സാധനം അപ്പോൾ വാങ്ങുക, അങ്ങാടികൾ പോയാൽ കിട്ടാത്ത സാധനം ഉണ്ട്, വാങ്ങാൻ കൊണ്ടുവന്ന് കറി വെക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പുതിയ വിരുന്നേര് വരികയാണെങ്കിൽ ഭക്ഷണം കൊടുക്കണ്ട. ഇപ്പം എല്ലാവർക്കും മന്തി കൊടുക്കൽ ഇപ്പോൾ വാജിബാണ്. ഈ മരുന്ന് കഴിക്കാൻ ഏറ്റവും നല്ലത് ഒരു നേരമെങ്കിലും കഴിക്കുക. രാവിലെയും വൈകുന്നേരം കഴിക്കുന്നത് നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു നേരമെങ്കിലും കഴിക്കുക. അതെപ്പോൾ മഗ്‌രിബിൻ്റെ മാഹൗലി രാത്രി ആകരുത്. എന്നാൽ അത് രാത്രി ഭക്ഷണമാവുകയും വേണം. അതാണ് ഞാൻ പറഞ്ഞ 5 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ. ഈ സമയത്ത് എന്ത് ചെയ്യണം? മുരിങ്ങയില കഴിക്കരുത്. ഈ സമയത്ത് മുരിങ്ങയില കഴിക്കരുത്. ഈ സമയത്ത് ഔഷധക്കഞ്ഞി കുടിക്കുന്ന സമയത്ത് മുരിങ്ങയില കഴിക്കാൻ പാടില്ല. കാരണം കൂടുതൽ എനർജി അതിന് ചിലവാക്കേണ്ടി വരും. മത്സ്യം കഴിക്കരുത്, മാംസം കഴിക്കരുത്, അങ്ങനത്തെ ഒരു സാധനം കഴിക്കരുത്. ഇതോട് കൂടെ വേണമെങ്കിൽ നിനക്ക് ഈ ഔഷധ കഞ്ഞിയിൽ കൂട്ടുണ്ടാക്കാം. ആ കൂട്ട് ചേന, ചേമ്പ് എന്നിവ. ഇപ്പോൾ ഇറച്ചി പണ്ടത്തെ കാലത്ത് കഴിച്ചിരുന്നു. കാരണം എന്താ, ഒരു വീട്ടിൽ 8, 10, 15 ആളുണ്ടാവും. 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ, അല്ലെങ്കിൽ നല്ല വീടാണെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത്. എന്നാൽ തന്നെ ആഴ്ചയിൽ 1 കിലോ ഇറച്ചി. ബഹുമാനപ്പെട്ട സർക്കാരിനോട് അപേക്ഷിക്കാനുള്ള കാര്യമാണ്. ആരോഗ്യ വകുപ്പ് എന്നൊരു കാര്യം ഇപ്പോൾ സർക്കാരിൻ്റെ കീഴിൽ ഇല്ല. ഇപ്പോൾ ഉള്ളത് ആശുപത്രി വകുപ്പാണ്. ആരോഗ്യം, എങ്ങനെ ജനങ്ങളുടെ ആരോഗ്യം നിലനിൽക്കും, എങ്ങനെ ആരോഗ്യവത്തായ ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടാകും എന്നതിന് ഒരു പാഠ്യപദ്ധതി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. 2, ആരോഗ്യം നിലനിർത്താനുള്ള ഒരു പഠനമോ ആരോഗ്യം നിലനിർത്താനുള്ള ചേരുവയോ അതിനാവശ്യമായ ക്രമീകരണങ്ങളോ സർക്കാർ ഇന്ന് വരെയും ചെയ്തിട്ടില്ല. മുക്കൂറ്റി, കിഴാർനെല്ലി, ചെറുള, തെഴുതാമ, മുയൽച്ചെവിയൻ, ബലിക്കറുക, ചെറുകടലാടി, പൂവാങ്കുറുന്നില, ആനയടിയൻ, തുളസിയില, തകര, നിലംപരണ്ട, വെള്ളി ഒഴിഞ്ഞാൽ, തിക്തകം കൊല്ലി, തൊട്ടാവാടി, കുറുന്തോട്ടി ഇവയെല്ലാം സമൂലം തൊട്ടുരിയാടാതെ പറിച്ച് നന്നായി കഴുകി ചതയ്ക്കുക. തൊട്ടുരിയാടാതെ, മനസ്സിലായില്ല? വൈദ്യശാസ്ത്രം പറയാം തൊട്ടുരിയാടാതെ പറിക്കുക. അതായത് തൊട്ടുരിയാടാതെ പറിക്കുക പറഞ്ഞാൽ അതേ മിണ്ടാതെ പറിക്കുക. മിണ്ടാതെ പറിക്കുക. ഇല പറിക്കുമ്പോൾ മിണ്ടരുത്. അതൊക്കെയാണ് ആയുർവേദത്തിൻ്റെ. എന്തുകൊണ്ട് ഇലക്കൊരു വേറുള്ളൊരു വർത്താനം പറയുമ്പോൾ ഇലയെ പരിഗണിക്കാത്ത പോലെ ഇലക്ക് തോന്നുന്നു. അതിനൊക്കെ ഒരു ബുദ്ധിയുണ്ട്. ഇതിന് ബുദ്ധിയുണ്ട്. ഇത് ഖുർആനിലുണ്ട്. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. ഈ വള്ളികളും പുല്ലുകളും സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ബുദ്ധിയുണ്ടല്ലോ. അപ്പം അതിനോടൊരു ആദരവ്. ഇത്തരം എന്നിട്ട് അതെല്ലാം കഴുകി നന്നായി കഴുകി ചതക്കുക. നന്നാക്കി ചതക്കുക. പിന്നെ കൂട്ടേണ്ട സാധനങ്ങൾ, നീ ചതച്ച സാധനങ്ങൾ നീ ചെയ്യേണ്ടത് എന്താ അറിയോ? ഈ ഇലകളെയൊക്കെ നീ എന്താ ചെയ്യേണ്ടതെന്നാൽ ഈ ഇലകളെയെല്ലാം നീ ചെയ്യേണ്ടത് ചതച്ചതിന് ശേഷം ഒരു കിഴി കിട്ടുക, ശുദ്ധമായ കിഴി കിട്ടുക. എന്നിട്ട് ഞവരയിലേക്ക് ഇടുക. വെള്ളം നല്ലോണം തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ഞവരരി ഇടുക. ഞവരരി ഇട്ടിട്ട് ഞവരയിലേക്ക് എന്തിടുക? കിഴിയിടുക. ഈ കിഴി ഇതിൽ കിടന്ന് അങ്ങനെ തിളക്കുക. അപ്പോൾ ഈ കിഴിയിൽ കിടന്ന ആവശ്യം, എന്നിട്ട് അത് പിഴിയും ചെയ്യുക. ഇടയ്ക്കൊന്ന് പിഴിയുക. പിന്നെയും എന്ത് ചെയ്യുന്നറിയോ? ഒന്നുകൂടി അതിലേക്ക് ഇടുക. ഒരു കിഴി 2ാമത്തെ വട്ടം ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം ഇതിലേക്ക് ചേരണം. ഇനി 2ാമത്തെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു കിഴി, ഈ സാധനങ്ങളെ സമൂലം എടുത്തിട്ട് കിഴി കെട്ടുക. കുത്തി ചതച്ചിട്ട് കിഴി കെട്ടുക. എന്തിന്? അതിൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം എന്തിലേക്ക് വരണം? കഞ്ഞിയിലേക്ക് വരണം. ഇടയ്ക്കൊന്ന് പിഴിയുക. പിന്നെയും കഞ്ഞിക്കാനിടുക. കഞ്ഞി നന്നാക്കി വേവിക്കുക. അപ്പം നല്ലപോലെ തിളച്ച് വേവുന്നതോട് കൂടെ അതിന് കഴിയെങ്കിൽ പലവട്ടം ഇതിലെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇതൊന്ന് പിഴിഞ്ഞിടും കൂടി ചെയ്താൽ, മനസ്സിലായോ? ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഔഷധ ഗുണങ്ങളെല്ലാം എന്തിലേക്ക് ചേരും? കഞ്ഞിലേക്ക് ചേരും. പിന്നെ ഇതിലേക്ക് കൂട്ടേണ്ട സാധനമാണ് കുറുന്തോട്ടിൻ്റെ വേര് മാത്രം. ഈ ഇലകൾക്ക് പുറമെ കുറുന്തോട്ടിയുടെ വേര്, ഉലുവ, ആഷാളി. ആഷാളി എന്ന സാധനമുണ്ട്. അങ്ങാടി മരുന്ന് വീടി കിട്ടുന്ന സാധനമാണ്. എന്ത്? ആഷാളി. ഇത് ഇല ഇതെല്ലാം പൊടിച്ചിട്ട് ഈ കഞ്ഞി ചേർക്കുക. ഉലുവ പൊടിക്കുക, ആഷാളി പൊടിക്കുക. ഇത് രണ്ടും പൊടിച്ചിട്ട്, അതേപോലെ തന്നെ കുറുന്തോട്ടിയുടെ വേര് നല്ലപോലെ ചതച്ച്, മനസ്സിലായില്ലേ പറഞ്ഞ്? ചതച്ച് അത് സമൂലമായി ചതച്ചിട്ട് അത് എന്ത് ചെയ്യണമെന്നറിയോ? ഈ കിഴിയിലേക്ക് ചേർക്കുക. പിന്നെ ഉലുവയും ആഷാളിയും പൊടിച്ചിട്ട് കഞ്ഞിയിലേക്ക് ചേർക്കുക. കക്കുംകായയുടെ പരിപ്പ് എടുക്കുക. അങ്ങാടി കിട്ടും. ആ കക്കുംകായയുടെ പരിപ്പ് കഞ്ഞി ചേർക്കുക. കക്കുംകായ
ഒരു 3 ആൾക്കുള്ള കഞ്ഞിയിൽ ഒരു 5 കക്കങ്കായ എന്ന കണക്കിൽ ചേർക്കുക. 3 ആൾക്കുള്ള കഞ്ഞിയിൽ ഒരു 5 കക്കങ്കായ പൊടിച്ചിട്ട് ചേർക്കുക. കക്കങ്കായ കണ്ടിട്ടില്ലേ? പഴയ കാലത്ത് കക്ക് കളിക്കാൻ ഉപയോഗിക്കും. കക്കളി എന്നാണ് കളി ഉണ്ടായിരുന്നത് പണ്ട്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അത് പറയാം. പണ്ടത്തെ കാലത്ത് കക്ക് കളി എന്നൊരു കളി ഉണ്ടായിരുന്നില്ലേ? ഈ കക്ക് കളിക്ക് ഉപയോഗിച്ചിരുന്ന ഒരു സസ്യത്തിന്റെ കായാണ്. അങ്ങനെ പരന്നാണ് വരിക, ഒരു പരന്ന കായ. ഇപ്പോഴും അങ്ങാടി കിട്ടും കക്കും കായ. കക്ക് കളിക്ക് ഉപയോഗിച്ചിരുന്ന സാധനമാണ് എന്ത്? കക്ക്. ഓർമ്മല്ലേ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത്. അന്ന് കക്കങ്കായ കൊണ്ടുവന്ന കക്കിന് എന്താണെന്ന് അറിയാം, ഒന്നതിന് നല്ല സ്പീഡുണ്ട്, രണ്ടത് പരന്നിട്ടാണ്. കക്കങ്കായനെ ഒരു കാല് പൊന്തിച്ചിട്ട് അങ്ങനെയല്ലേ അതിൻ്റെ ഒരു കളി. ഇപ്പം അതൊന്നും ഇല്ല. അല്ല, മരുന്ന് പിടിയെ പോയാൽ മരുന്ന് പിടിയെ പറഞ്ഞാൽ കിട്ടും. മരുന്ന് പിടിയെ പറഞ്ഞാൽ കിട്ടും, പേടിക്കേണ്ട. മരുന്ന് പിടിയെ പറഞ്ഞാൽ കിട്ടും. ആശാളി, ഉലുവ, ആശാളി അത് പൊടിച്ച് ചേർക്കുക. അതേപോലെ തന്നെ കക്കങ്കായയുടെ പരിപ്പ് അങ്ങാടി കിട്ടും. ചെറുപയർ അത് രണ്ടും പൊടിച്ച് ചേർക്കുക. മരുന്നുകളെല്ലാം കൂടി ആ ചതച്ചതും കുറുന്തോട്ടി അടക്കം ഇലയും എല്ലാം നന്നായി ചതച്ച് കിഴി കെട്ടി അരിയിൽ കിഴിയണ്ടിടുക. എന്നിട്ട് ആ കഞ്ഞി വേവിക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പീര ഇടാം. തേങ്ങ എന്ത് ചെയ്യുക? ചിരണ്ടിയിട്ട് അതിലേക്ക് ചേർക്കാം. പിന്നെ എന്ത് ചെയ്യാം? പിന്നെ ജീരകം, ചുവന്നുള്ളി എന്നിവ നെയ്യിൽ ചേർത്തിട്ട് അതാ ഞാൻ പറഞ്ഞത്, ഈ കഞ്ഞി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് തൂമിച്ചെടുക്കുക. അതായത് കുറച്ച് നെയ്യിൽ ചീരുള്ളിയും കുറച്ച് എന്താ പറയുക ജീരകം കൂടി കൂട്ടി അതൊന്നും കൂടി പിന്നെ തൂമിച്ചെടുക്കാം. ഉപ്പ്, കല്ലുപ്പോ എന്താ പറയുക റോക്ക് സാൾട്ടോ അല്ലെങ്കിൽ കല്ലുപ്പോ അല്ലാത്ത മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഇതാണ് എന്ത്? കർക്കടക്കഞ്ഞി. വേറെയും ചേരുവകളുണ്ട്. ഇതൊരു ചേരുവയാണ്. അവരോട് പറഞ്ഞാൽ ഇതിന് പകരം വേറൊരു ചേരുവ അവർ പറഞ്ഞു തരും. കർക്കടക്കഞ്ഞിയിൽ ഔഷധ ഗുണങ്ങളുണ്ടാവും, അത് ഉപയോഗിച്ചോളി. ഇതാവാം. നിങ്ങൾ കർക്കിടക്കഞ്ഞിൻ്റെ ചേരുവകളെല്ലാം തരണമെന്ന് പറഞ്ഞാൽ മരുന്ന് ഇല പറിക്കേണ്ടതിൻ്റെ വിഷയങ്ങൾ ചിലപ്പോൾ വൈദ്യർ പറഞ്ഞു അവർ സാധനങ്ങൾ എടുത്തു തരും. ഇല്ലെങ്കിൽ ഇല എനിക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൾക്ക് ഇത്ര മണിക്ക് വന്നോ ഇല സംഘടിപ്പിക്കാൻ കുറച്ച് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. എവിടെ ഒതുക്കുന്നത് ഈ സാധനങ്ങളൊക്കെ തരും. ഓ അതായത് കർക്കിടക്കഞ്ഞിൻ്റെ പാക്കറ്റ് അതും പറ്റും. അതെ, അതായത് അതും പറ്റും. കർക്കിടക്കഞ്ഞിൻ്റെ പാക്കറ്റും ഉണ്ട്, അതും പറ്റും. ഇത് പറ്റിയിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇതാണ്. ഇതും പറ്റിയില്ലെങ്കിൽ അത് ലാസ്റ്റ് അതെങ്കിലും ചെയ്യണം. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇത് നിങ്ങളിപ്പോൾ ഉദാഹരണം ഒതുക്കെങ്കിൽ പിന്നെ മലനാട് പറഞ്ഞൊരു കട ഉണ്ട്. ആ കടയിൽ എന്താ പറയുക വൈദ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അയാളത് ഇല ഞാൻ ചോദിച്ചു നോക്ക് ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനത്തെ പലരും ഉണ്ട്, അങ്ങനെ അങ്ങനെ പല ആളുകളുണ്ട്. ഇപ്പം ഞാൻ അറിയുന്ന ഒരു പിന്നെ മരുന്ന് ചെയ്തു തരുന്ന ഒരാളുണ്ട് ഇവിടെ ഈ കൊണ്ടോട്ടിയിൽ. എന്താ പറയുക പിന്നെ സസ്യജാലകം റൂട്ട്സ് എന്നൊരു കമ്പനി ഉണ്ട് ഇവിടെ. ഈ കൊണ്ടോട്ടിയിൽ നിന്ന് കീശ്ശേരിക്ക് ഇങ്ങോട്ട് കയറുന്ന അടുത്ത് നമ്മൾ പോയല്ലോ ജില്ലൻ്റെ കൂടെ. സസ്യജാലകം റൂട്ട്സ് അവരോട് പറഞ്ഞാൽ അവർ സംഘടിപ്പിച്ചു തരും. ഞാൻ നല്ലൊരു വൈദ്യരാണ് അയാൾ. നല്ല വൈദ്യനാണ്, നല്ല മനുഷ്യനാണ്. നല്ല വൈദ്യരാണ്, നല്ല മനുഷ്യനാണ്. ലാഭമൊന്നും വഹിക്കാത്ത കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. സസ്യജാലകം റൂട്ട്സ് അത് വൈദ്യരെന്ന് ഞാൻ പറയാം. ഞാൻ വൈദ്യരെന്ന് പറയുമ്പോൾ പേരൊന്നും ഞാൻ ചോദിക്കലില്ല. കേശ്വരി കൊണ്ടോട്ടി റോഡിൽ കൊണ്ടോട്ടിയിലെ നമ്മളെ പള്ളിയില്ലേ, അതായത് കൊണ്ടോട്ടി അങ്ങാടി നമ്മൾ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ പഴയ റോട്ടിൽ വരിക. എന്തല്ല പുതിയ റോട്ട് പോകരുത്. ശോധാപ്പള്ളീൻ്റെ അതിലങ്ങനെയാണ് വന്നിട്ട് ചെറു ഷിസ്താൻ്റെ ഒക്കെ വീട് നിൽക്കണേ കാൽദിയാറാം പള്ളിയില്ലേ, അതിലെങ്ങനെയാണ് വന്നിട്ട് നമ്മൾ പിന്നെ കീശ്ശേരി റോഡ് കയറുമല്ലോ. ആ റോഡിൽ നിന്ന് കയറിയാൽ ഒരു ലേശം പോയാൽ മതി, കുറച്ച്.
അവിടെ ജമിയത്തുൽ ഇമാമിൽ ബുഖാരി എന്നാണ്, എന്താ ഒരു ബുഖാരി കോളേജ് ഉണ്ട് അവിടെ. AP ഉസ്താദിൻ്റെ ആളുകൾ നടത്തുന്ന ഒരു കോളേജിൻ്റെ അവിടെ. അതിൻ്റെ ഏകദേശം അടുത്താണ് സസ്യജാലകം റൂട്ട്സ്. അദ്ദേഹത്തിന് മരുന്നറിയാം, ശരിക്കും മരുന്നും അറിയാം, സസ്യങ്ങളെ അറിയാം. അപ്പോൾ പിന്നെ മരുന്ന് പരിച്ചു കൊടുക്കുന്ന ആളുകളെ അറിയാം, മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കൃത്യമായി ഇത് സംഘടിപ്പിച്ച് തരാൻ കഴിയും. കാര്യങ്ങളൊരു മരുന്ന് അറിയും, ഇതൊക്കെ പറ്റുന്ന ആളുകളാണ്. പിന്നെ ഇപ്പം നേരത്തെ സലാം പറഞ്ഞ ഒതുക്കെങ്കിലും ഒരു കട ഉണ്ട്, അവർ മരുന്ന് കടയിലേക്ക്, അങ്ങനെ എല്ലാ നാടുകളിലും ഉണ്ട്, പറഞ്ഞാൽ അവർ കൃത്യമായി സംഘടിപ്പിച്ചു തരും. പിന്നെ ചില ഇലകളെ നിനക്ക് പരിചയപ്പെടുത്തി തരും. അപ്പം ഇനി നിൻ്റെ നാട്ടിൽ വന്നാലും ആ ഇലകളെ നിനക്ക് തേടിപ്പിടിക്കാം, മനസ്സിലായില്ല? അപ്പോൾ വൈദ്യരെ നമുക്ക് വില പരിചയപ്പെടുത്തി തന്നാൽ മതി. ആ ഇല അയാൾ പരിചയപ്പെടുത്തി തരുന്ന ഇല കുറച്ച് കൂടുതൽ വാങ്ങുക, നമ്മളെ ആവശ്യത്തിനപ്പുറം. പിന്നെ ആ ഇല ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയാൽ ഇതേ ഇല നമുക്ക് കണ്ടെത്താൻ കഴിയില്ലേ, ആ ചെടി നമുക്ക് കണ്ടെത്താൻ കഴിയില്ലേ? പിന്നെ ഔഷധ സസ്യങ്ങളെ നിർത്തിയിട്ട് വിൽക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ അവരോട് ചോദിച്ചാൽ ഇത് എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ അതും അവർ പറഞ്ഞു തരും. നിങ്ങൾ ഇന്നാലിൻ്റെ അടുത്ത് പോയി കളി, രാമനാട്ടിലുണ്ട്, അവിടെ ഉണ്ട്, ഫറോക്കിലുണ്ട്, ഇവിടെ ഉണ്ട്, അതിനാൽ ഇന്ന സ്ഥലത്ത് ചെയ്തു. ഇപ്പം പിന്നെ ഔഷധ സസ്യങ്ങൾ, ഉദാഹരണം പറയാം, ഇപ്പം തെങ്ങും കവുങ്ങും ഒക്കെ വിൽക്കുന്ന ചില സ്ഥലങ്ങൾ അവർ ഔഷധ സസ്യങ്ങളും വളർത്തുന്ന ഏരിയകളുണ്ട്. അപ്പോൾ അവരോട് പോയി ചെന്നാൽ ഈ തഴുതാമയും മറ്റും എല്ലാം അവർ വളർത്തുന്നത് അവർ എടുത്തരും. മനസ്സിലാണ്ട പറയും, എന്താ ഒരു 7 ദിവസം തന്നെ മെനക്കെട്ടാൽ ബോഡി നന്നാക്കാൻ, അത്രയും കയറ്റി കൂട്ടി നശിപ്പിച്ചില്ലേ ബോഡി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, നമ്മൾ മെനക്കെട്ടിട്ട് നമ്മളെ തടി നന്നാക്കി എടുക്കണം, ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കണം, ഫ്രിഡ്ജ് വീട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്ന് നിയത്ത് ചെയ്യണം. ഞാൻ എൻ്റെ പേരിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേരിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ദിവസം ഞാൻ പറയും ഫ്രിഡ്ജ് ഒഴിവാക്കണം, ഫ്രിഡ്ജ് വേണ്ട. കാരണം ഇവർക്ക് സുഖമാണ് എന്ത്, ഒറ്റ ചൂടാക്കൽ. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അമ്മായിൻ്റെ അവിടുന്ന് ബിരിയാണി, ഓരോ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി അമ്മായിൻ്റെ അവിടുന്ന് കുറച്ച് ബിരിയാണി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഫ്രിഡ്ജ് കയറ്റിയിടും. അല്ല നെയ്വൈശാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എവിടെ, തമിഴ്നാട്ടിൽ. ഞങ്ങളവിടെ പോയി, അവിടെ ആധുനിക ഉപകരണങ്ങളൊന്നുമില്ല, അവർ അങ്ങനെ ജീവിക്കുന്നവരാണ്. ഫ്രിഡ്ജോ മറ്റൊന്നുമില്ല. അങ്ങനത്തെ എത്ര ആളുകളുണ്ട് ലോകത്ത്. അനാവശ്യമായ പലതും അപ്പം അവർക്ക് ഒഴിവാക്കാൻ കഴിയും. അനാവശ്യം ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഫ്രിഡ്ജ് ഒഴിവാക്കാൻ തന്നെ വേണം, വീട്ടിൽ നിന്ന്. അങ്ങനെ വേസ്റ്റ് ഉണ്ടാക്കും, വീട്ടിൽ ആവശ്യമില്ലാത്ത വേസ്റ്റ് ഉണ്ടാക്കും. നമ്മൾ ഒരു സാധനം അപ്പം വാങ്ങുക, അങ്ങാടികൾ പോയാൽ കിട്ടാത്ത സാധനം ഉണ്ട്, കൊണ്ടുവന്ന് കറി വെക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പുതിയ വിരുന്നേര് വരികയാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട. ഇപ്പം എല്ലാവർക്കും മന്തി കൊടുക്കൽ ഇപ്പോൾ വാജിബാണ്. നമ്മളെ പിന്നെ എന്താ പറയുക, മകളെ കുടുംബക്കാർക്ക് ഉണ്ടാവും പകരം മുണുങ്ങാൻ കൊടുക്കണമെന്ന് അങ്ങനെയല്ല ഞമ്മണ്ട്. മനസ്സിലായില്ല? അവർ വന്ന ചായ കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ അടുത്ത നേരം വരെ ഇരിക്കണം, അപ്പം അവർക്ക് ചോറ് കൊടുക്കണം. ഇപ്പം ഏതൊരാൾക്കും എവിടെ പോയാലും എന്ത് കിട്ടും, അതല്ല ഇപ്പോഴത്തെ അവസ്ഥ. പറയും ഇപ്പം ചെന്നാൽ എനിക്ക് ബിരിയാണി ഇപ്പം ഉണ്ടാവും, എന്ത് ഇന്നലത്തെ ബിരിയാണി ചൂടാക്കി തരും. അത് നമ്മളെ മകളെ കെട്ടിച്ചു കൊടുത്ത അമ്മോസാക്കിയാണ്, മറ്റേ വല്യാപ്പയാണ്, മൂത്താപ്പയാണ്, മറ്റേ മകൻ പെണ്ണിട്ട് കൊടുത്ത ആളുകൾ വന്നതാണ്. അവർക്ക് പെണ്ണുകൾക്കൊക്കെ നമ്മൾ ചായയും ചോറും ഇങ്ങനെ മുണുങ്ങാൻ കൊടുക്കണം എന്ന് കൊടുത്തത്. നമ്മൾ മലയാളിൻ്റെ വീട്ടിൽ വന്നാൽ പഴയ കാലത്ത് എന്ത് ചെയ്യും, ഒരു ഇളനീം കൊടുക്കും, പിൽക്കാലത്തൊരു ചായ കൊടുക്കും. ആണോ അല്ലേ? ചായക്ക് എന്തെങ്കിലും വല്ലതും ഒരു കറിക്കൂട്ട എന്തെങ്കിലും കൂട്ട് കൊടുത്തെങ്കിലായി. അതിന് പരമാവധി കേട് കുറഞ്ഞത് നല്ല എന്താ പറയുക, ശർക്കര ഉപ്പേരി, ശർക്കര മറ്റേ ഉണ്ടല്ലോ, എന്താ പറയുക, ശർക്കരയിൽ മറ്റേ ഇതില്ലേ, എന്താ പറയുക, പഴടോ, നേന്ത്രപ്പഴം ശർക്കരയിൽ ഉണക്കിയ, അതെ, പഴം നിറച്ചല്ലടോ. നമ്മളെ ഈ പിന്നെ എന്താ ഇത് വിൽക്കുന്ന ശർക്കര ഉപ്പേരി, അതെ, ഓണത്തിലല്ല ഏത് കാലത്തും പറ്റും, പീടി കിട്ടും ആ സാധനം. അത് തിന്നവന് പരമാവധി അവന് കേട് കുറയും.
മനസ്സിലായില്ലേ? അത് എന്താണത്? പഴ, നേന്ത്രപ്പഴ, അതിൽ ശർക്കരയും കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ പരമാവധി കേട് കുറയുന്ന സാധനങ്ങളാണ്. ചെറിയൊരു അങ്ങനെ നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള കൊടുക്കണം. അവർക്ക് കേട് കുറച്ചതും നമുക്ക് എന്തെങ്കിലും മുന്നിൽ വെച്ചും കൊടുത്തു, അത്ര തന്നെ. അടുത്ത നേരത്തെ നിന്നാൽ ചോറുണ്ടാക്കി കൊടുക്കും. വരുന്നവർക്കൊക്കെ എപ്പോഴും ബിരിയാണി കൊടുക്കണം, വരുന്നവർക്കൊക്കെ മന്തി കൊടുക്കണം. ഈ മന്തി കൊണ്ട് ഇങ്ങനത്തെ 3-4 മന്തി കുടിച്ച് തിന്നോട് ഒരു സൈഡാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രിഡ്ജ് ഒഴിവാക്കി തന്നെ വേണം. ഫ്രിഡ്ജ് നമ്മളെ വീട്ടിൽ വേണ്ട. എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവായിട്ടില്ല, ഞാൻ യുദ്ധത്തിലാണ്. എന്നാൽ തന്നെ നമ്മളെ പേര് നന്നാവും. ആവശ്യത്തിന് ഭക്ഷണം വെക്കുക, കഴിക്കുക. ഫ്രിഡ്ജാണ്ട് ഒഴിവാക്കുക. ഫ്രിഡ്ജ് വേണ്ട. തണുത്ത വെള്ളം വേണ്ട, കിണറ്റിലെ വെള്ളം. അപ്പം ചുരുക്കത്തിൽ ഇതാണ് ഇതിൻ്റെ ഒരു കോലം. ഇനിയും ധാരാളം രൂപങ്ങൾ ഇതിനുണ്ട്. ഇനി ഈ മരുന്ന് കഴിക്കാൻ ഏറ്റവും നല്ലത് ഒരു നേരമെങ്കിലും കഴിക്കുക. രാവിലെയും വൈകുന്നേരം കഴിക്കുന്നത് നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു നേരമെങ്കിലും കഴിക്കുക. അതെപ്പോൾ? മഗ്‌രിബിൻ്റെ മാഹൗലി, രാത്രി ആകരുത്. എന്നാൽ അത് രാത്രി ഭക്ഷണമാവുകയും വേണം. അതാ ഞാൻ പറഞ്ഞ 5 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ ഔഷധക്കഞ്ഞി കഴിക്കുക. ഇനി രാത്രി ഭക്ഷണം എന്നിട്ട് ഇത് രാത്രി ഭക്ഷണമാണ്. രാത്രി ഭക്ഷണം എന്നാൽ കഴിക്കുക 5 മണിക്ക് ശേഷം. 5 മണിക്ക് ശേഷമാണ് രാത്രി ഭക്ഷണം കഴിക്കേണ്ടത്. ഇപ്പം ചില മതക്കാരുണ്ട് സൂര്യാസ്തമിച്ച ഒന്നും കഴിക്കൂല. അപ്പോൾ രാത്രി ഭക്ഷണം എപ്പോഴാണ്? ജൈന മതക്കാർ രാത്രി ഭക്ഷണം കഴിക്കൂല. രാത്രി ഭക്ഷണം ഉണ്ട്. അതെപ്പോ? അസ്തമയത്തിന് മുമ്പ്. പിന്നെ ഉണ്ടാവില്ല, പിന്നെ കഴിക്കൂല. അപ്പം അത് തന്നെ ഈ സമയത്ത് എന്ത് ചെയ്യണം? മുരിങ്ങയില കഴിക്കരുത്. ഈ സമയത്ത് മുരിങ്ങയില കഴിക്കരുത്. ഏത് സമയത്ത്? ഔഷധക്കഞ്ഞി കുടിക്കുന്ന സമയത്ത് മുരിങ്ങയില കഴിക്കാൻ പാടില്ല. കാരണം കൂടുതൽ എനർജി അതിന് ചിലവാക്കേണ്ടി വരും. മത്സ്യം കഴിക്കരുത്, മാംസം കഴിക്കരുത്, അങ്ങനത്തെ ഒരു സാധനവും കഴിക്കരുത്. ഇതോട് കൂടെ വേണമെങ്കിൽ നിനക്ക് ഈ ഔഷധക്കഞ്ഞിയിൽ കൂട്ടുണ്ടാക്കാം. ആ കൂട്ട് ചേന, ചേമ്പ് എന്നിവ കൂട്ടുണ്ടാക്കുന്നത് ഈ ഔഷധക്കഞ്ഞിയിലേക്ക് കൂട്ടാനുണ്ടാക്കുക. എന്തുകൊണ്ട്? ചേന, ചേമ്പ് എന്നതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ഔഷധക്കഞ്ഞി ശരീരത്തിൻ്റെ ക്ഷീണമില്ലാതാക്കും, ബലക്ഷയം അകറ്റി ശരീരത്തിന് കരുത്തും നൽകും, ദഹനശേഷിയെ ക്രമീകരിക്കും, ഉദരസംബന്ധമായ രോഗങ്ങളെ ഇല്ലാതെയാക്കും, മലശോധന കൃത്യമാക്കി തരും. ഒരു കൊല്ലത്തിൽ അത് 2 ആഴ്ച തടി ചെന്നാൽ തടിയുടെ ക്ലിയറാവും. ആവശ്യമില്ലാത്തതൊക്കെ പുറത്തേക്ക് പോകും. പനിയെ ഉന്മൂലനം ചെയ്യും. ഇനി വേറെ രീതിയുണ്ട് കർക്കിടകക്കഞ്ഞി. ഞെരിഞ്ഞിലി, രാമച്ചം, വെളുത്ത ചന്ദനം, ഓരില വേര്, മൂവില വേര്, ചെറുവൈദ്യന വേര്, ചെറുതിപ്പലി, കാട്ടുതിപ്പലി വേര്, ചുക്ക്, മുത്തങ്ങ, ഇരുവേലി, ചവർക്കാരം, വീഴാലരി, ചെറുപുന്നേരി, കർക്കോകിലരി, കുരുമുളക്, കടുകപ്പുലേരി, കൊത്തമ്പാലിയരി, ഏലക്കായ, ജീരകം, കരിഞ്ജീരകം, പെരിഞ്ജീരകം ഇവ ഓരോന്നും 10 ഗ്രാം വീതം കെട്ടി പൊടിച്ചിട്ട് എന്ത് ചെയ്യുക? കിഴിക്കെട്ടുക. പിന്നെ അതേപോലെ തന്നെ കർക്കടകപ്പുല്ല്, ഇല, ഇത് ചേരുവകളാണ്, ഔഷധ ചേരുവകളാണ് ഇപ്പം പറഞ്ഞത്. ഈ ഇലകൾ ഇതൊക്കെ 1-2 കിഴിയാക്കി കെട്ടുക. ഏതൊക്കെ? കർക്കടകപ്പുല്ല്, തഴുതാമയില, കാട്ടുപഴത്തിനില, മുക്കുറ്റി, വെറ്റില, പനിക്കൂർക്കയില, കൃഷ്ണ തുളസി ഇവയൊക്കെ ചതച്ച് അതും കിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് ആവശ്യമായ വെള്ളത്തിൽ എന്ത് ചെയ്യാൻ? ഞവരയരി അല്ലെങ്കിൽ ഉണക്കല്ലിൽ വേവിക്കുമ്പോൾ ഇത് കിഴി കെട്ടിയിടുക. നല്ല പോലെ വേവിക്കുക. എങ്ങനെ വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഔഷധ സിദ്ധാന്തത്തിൽ അവർ പറയുന്നത് വേവിക്കണമെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളം വെച്ചത് 250 മില്ലിഗ്രാം ആവുന്നത് വരെ വേവിക്കുക. അതായത് 1/4 ഭാഗമായി ചുരുങ്ങണം വെള്ളം, അതിന് മാത്രം വേവിക്കുക. 1 ലിറ്റർ വെള്ളം എവിടേക്കായി വരണം?
250. അപ്പോൾ അത്രത്തോളം വേവിക്കുക. ഇതിലൊക്കെ എന്തൊക്കെ ഉണ്ടാകുക? ഈ ഔഷധക്കൂട്ടുകളെല്ലാം ഇതിൽ ചേരും, നല്ല വേവിൽ നടക്കും, പരസ്പരം സമൂലം ഒന്നായിത്തീരും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. പ്രഭാത ഭക്ഷണത്തിനു പകരമായി ഉപയോഗിക്കാം, വൈകുന്നേരവും സേവിക്കാം. ഇതിൽ അരമുറി തേങ്ങാപ്പാൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് എന്ന്. നെയ്യിൽ വറുത്ത് പനം കൽക്കണ്ടം ചേർക്കാം. നെയ്യിൽ ഉഴുന്ന് പരിപ്പ്, കറുത്ത മുന്തിരിങ്ങ ഇവ വറുത്ത് അരമുറി തേങ്ങാപ്പാലിൽ ചേർത്ത് കഴിച്ചാൽ നല്ല സ്വാദും ഉണ്ടാവും, നല്ല ഗുണമുണ്ടാവും. അങ്ങനെയാണ്. പിന്നെ നിർത്താൻ തോന്നില്ല, കാരണം മനസ്സിലായില്ല. ഇതിൽ ഒരു ചെറിയ ഇളം മധുരം ഉണ്ടാവും. കാരണം ഇതിൽ എന്ത് കയറ്റാൻ പറഞ്ഞു? പിന്നെ ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരിയും ചേർക്കുക. പിന്നെ ഉഴുന്ന് പരിപ്പ്, കറുത്ത പിന്നെ ഉണക്കമുന്തിരി എന്നിവ ചേർക്കുക. എന്നിട്ട് അത് നെയ്യിൽ വറുക്കുക. പിന്നെ അതിലേക്ക് ആ വറുത്തതിലേക്ക് അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ ചേർക്കുക. അത് സമൂലം കഞ്ഞിയിലേക്ക് കൂട്ടുക. എന്നിട്ടത് ഉപയോഗിക്കുക. ഓരോരുത്തരും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ലിറ്റർ 250 മില്ലിയായി ചുരുങ്ങുന്നത് വരെയും വേവിച്ച് അതിനെ ഇറക്കി വെക്കുക. എന്നിട്ട് ചൂട് കുറഞ്ഞിട്ട് ആ ഭക്ഷണം കഴിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ്. ഇനിയും രീതികളുണ്ട്. ഉദാഹരണം തെക്ക് ഉപയോഗിക്കുന്ന രീതിയും വടക്ക് ഉപയോഗിക്കുന്ന രീതിയും രണ്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് വൈദ്യന്മാരോടൊന്ന് അന്വേഷിച്ചാൽ കാര്യങ്ങളൊക്കെ കൃത്യമായി അവർ പറഞ്ഞു തരും. ഇതനുസരിച്ചായാൽ നമുക്ക് വലിയ നേട്ടങ്ങളും ഉണ്ടാകും, ബോഡിക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. ബോഡി നമ്മൾ കൃത്യമാക്കി കൊണ്ടുവരാം. കാരണം ഇപ്പോൾ നമ്മളെ ബോഡി നശിച്ച അവസ്ഥയിലാണുള്ളത്. ആവശ്യമില്ലാത്തതൊക്കെ കയറ്റിക്കൂട്ടി ഇതൊക്കെ ഒഴിവാക്കുക. അനാവശ്യമായ ഇത്തരം സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ഉദാഹരണം ഇറച്ചി നമ്മൾ ഒരു കാലത്ത് ഒരാൾക്ക് 1 കഷ്ണമോ 2 കഷ്ണമോ 3 കഷ്ണമോ കിട്ടിയെങ്കിൽ കിട്ടും. ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇറച്ചി പണ്ടത്തെ കാലത്ത് കഴിച്ചിരുന്നു. കാരണം എന്താ? ഒരു വീട്ടിൽ 8, 10, 15 ആളുണ്ടാവും. 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ, അല്ലെങ്കിൽ നല്ല വീടാണെങ്കിൽ, അപ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത്. എന്നാൽ തന്നെ ആഴ്ചയിൽ 1 കിലോ ഇറച്ചി വാങ്ങും. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത്. അപ്പോൾ 1 കിലോ ഇറച്ചിയാണ് വാങ്ങുക. 25, 26 ആളുകളുണ്ട്, കുട്ടികളടക്കം എന്നാ വീട്ടിൽ. എന്നിട്ട് വാങ്ങൽ 1 കിലോ ഇറച്ചി. വെള്ളിയാഴ്ച രാവിലെ വാങ്ങുക. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് വരുന്ന ഭക്ഷണത്തിൽ ഇറച്ചി ഉണ്ടാവും. ഞങ്ങളന്ന് സ്കൂളിലായിരിക്കും. ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് കിട്ടും. അത് കിട്ടുമ്പോൾ തന്നെ നമ്മൾ യാസീൻ ഓതിയാലേ 1 കഷ്ണം കിട്ടും. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അന്ന് മദ്രസ ഇല്ലാത്തതുകൊണ്ട് ഞാനും എൻ്റെ അമ്മാവൻ്റെ മകൻ ഇസ്മായിൽ, ബാപ്പുട്ടിനെ ഞങ്ങൾ വിളിച്ചിരുന്ന ഇസ്മായിൽ, ഞാനും ഇസ്മായിലുമാണ് ഇറച്ചി വാങ്ങാൻ പോകും. ഞങ്ങൾ 2 ഓടും. കിഴക്കേ പാണ്ടിക്കാട് വരെ ഓടും. 3 കിലോമീറ്റർ ഓടണം. അപ്പോഴാണ് 1 കിലോ ഇറച്ചിട്ട്. ഇവിടെ എവിടെയും ഇറച്ചില്ല. ഈ പരിസരത്ത് എവിടെയോ ഇറച്ചില്ല. പാണ്ടിക്കാട് അങ്ങാടി പോയാലും ഇറച്ചിട്ടു. എന്തുകൊണ്ട്? ആവശ്യക്കാർ കൂടുമ്പോഴല്ലേ കച്ചവടം കൂടുള്ളൂ. 3 കിലോമീറ്ററിൽ അറവ് ഇല്ല. ഇന്ന് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 1 കിലോമീറ്ററിൽ എത്ര അറവുണ്ട്? പറ. ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു കാളയെ ഇറക്കുക, അതിന് 3 കിലോമീറ്റർ പോയാൽ അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ടാകാം. ഞങ്ങൾ പോകുന്ന 3 കിലോമീറ്ററാണ്, അവിടെ അറുപത്. എന്നിട്ട് 1 കിലോ ഇറച്ചോ 2.5 റുപ്യയും കൊടുക്കും. 3 റുപ്യ ആയപ്പോൾ ആ ദേശത്തിന് പിന്നെ 2 ആഴ്ച വല്യമ്മ മറിച്ചനോ മനസ്സിലാ 2.5 റുപ്യ ഒരു ദിവസം. പിന്നെ ചെന്നപ്പോൾ പറഞ്ഞു, കുഞ്ഞറമ്മ വന്നാൽ അങ്ങാടി നിന്ന് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നാളെ മുതൽ ഇറച്ചിക്ക് 50 പൈസ കൂടും, 8 കൂടുന്നുണ്ട്. പിന്നെ അജുമ്മേന്ന് ഇവിടുന്ന് വിളിച്ച് പറഞ്ഞ് കേട്ടു കുഞ്ഞറമ്മ. അതുകൊണ്ട് നാളെ നമുക്ക് നീ ഇറച്ചിക്കൊണ്ടാറും മോദി കുത്തിരിക്കണം. വല്യമ്മ ഓതി ഇരിക്കുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ എന്നാൽ മുണ്ടിൻ്റെ അടിയിൽ നിന്ന് കെട്ട് നിർത്തരും, അല്ലെങ്കിൽ 10,000 നിർത്തരും വല്യമ്മ പൈസ. അതൊക്കെ എൻ്റെ ജീവിതാനുഭവമാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ചെന്നപ്പോൾ അമ്മ ഓത്ത് നിർത്തുന്നില്ല. എന്തേ ചോദിച്ചു? ഇറച്ചി വാങ്ങണ്ടാറും. എന്തേ ചോദിച്ചു? ഇറച്ചിക്ക് വില കൂടിയിരിക്കുന്ന.
എത്ര കൂടിയായി? 50 പൈസ. 2.5, 3. ഇനിയൊന്നും ഇറച്ചി വാങ്ങി തിന്നൂല. ഇറച്ചിക്ക് പിന്നെ 8 കൂടി ഇത്രേ. ആരെ നിങ്ങളോട് പറഞ്ഞു? കുഞ്ഞർമ്മ ഇന്നലെ അങ്ങാടിയിൽ നിന്ന് പോയപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ആ ദേഷ്യത്തിന് 2 ആഴ്ച ഇറച്ചി വാങ്ങിയത്. അപ്പോൾ ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്. എന്ത്? ഇറച്ചി എന്ന് പറഞ്ഞാൽ പരിധി വിട്ടാൽ ബോഡിയെ നാശാക്കുന്ന സാധനം. അപ്പം അവരുടെ ദാരിദ്ര്യം കാരണം അവരുടെ ബോഡി നന്നായി. നമുക്ക് പൈസ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് 2 ആൾ 3 ആൾ, ഒരു ബാപ്പയും ഉമ്മയും 2 മക്കളും ഒരു 2-3 കിലോ ഇറച്ചി വാങ്ങുമല്ലേ? ഒരു 2-3 കിലോ ഇറച്ചിയാണ് വാങ്ങിയിട്ട് ഒറ്റ അല്ലേ? ഒരൊറ്റ വെപ്പ്. പിന്നെ ബാക്കിയൊക്കെ എവിടെ? ഫ്രിഡ്ജിൽ. പിന്നെ ചൂടാക്കും. സത്യല്ലേ? പിന്നെ എന്താണ് പിന്നുള്ള പ്രശ്നം? രക്തം മെൻസസ് വരൂല. മെൻസസ് വന്നാൽ പിന്നോട്ട് പോകൂല. വന്നാൽ പോകൂല, ഇല്ലെങ്കിൽ വരൂല. 3 മാസം 4 മാസം കൂടുമ്പോഴേ മെൻസസ് ഉണ്ടാവുള്ളൂ. ഉണ്ടായാലോ 18, 20, 25 ദിവസം രക്തം നിൽക്കില്ല. എൻ്റെ കാരണം ബോഡിയുടെ സ്ട്രക്ചർ നമ്മൾ പടച്ചോൻ തന്ന ഒരു നാച്ചുറൽ ഒരു സ്ട്രക്ചറുണ്ട്, അത് നമ്മൾ നശിപ്പിച്ചു. അതാ കാരണം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ ഔഷധക്കഞ്ഞി, കർക്കിടകക്കഞ്ഞി, ഔഷധക്കഞ്ഞി കുടിക്കുന്ന കാലത്ത് ബീഡിയോ സിഗരറ്റോ വലിക്കാൻ പാടില്ല. മത്സ്യം തീരെ പാടില്ല. ഇറച്ചി തീരെ പാടില്ല. മദ്യപാനം പാടില്ല. അപ്പം നമ്മളോട് പറയേണ്ടതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. മദ്യം കഴിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല, മീൻ കഴിക്കാൻ പാടില്ല. ഇതൊന്നും പാടില്ല. അങ്ങനെ ശ്രദ്ധിച്ചാൽ 1 ആഴ്ച 2 ആഴ്ചയോ ഔഷധക്കഞ്ഞി രാവിലെയും വൈകുന്നേരം ഉപയോഗിച്ചോ. പ്രഭാത ഭക്ഷണത്തിന് പകരം ഔഷധക്കഞ്ഞി. പിന്നെ വൈകുന്നേരം ബോഡി. എന്നിട്ട് 2 ആഴ്ച, അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച വീണ്ടും നല്ല രീതിക്ക് നിൽക്കുക. അപ്പോൾ 1 മാസം അതിലാണ് നിൽക്കുക. അപ്പോൾ ബോഡിയിൽ ആവശ്യമായ ചേരുവകളെല്ലാം എത്തും. ബോഡിയിൽ നിന്ന് ക്ലിയർ ആവും. ആ സമയത്ത് നമുക്ക് ഇറച്ചി മീനും ഒട്ട് വേണ്ടതാണ്. അപ്പം ഇപ്പോൾ മീൻ വാങ്ങുന്നവർ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം മീനിൻ്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ, മീൻ ട്രോളിങ് നിരോധനം വന്നതുകൊണ്ട് ഏതോ കാലത്ത് പഴകിയ മയ്യത്തിൻ്റെ കെമിക്കലിട്ട മീനാണ് വരുന്നത്. 100 വട്ടം ആലോചിക്കണം, അല്ലാതെ മീൻ കഴിക്കരുത്. വളരെ ശ്രദ്ധിക്കണം ഇപ്പം മീൻ കഴിക്കുമ്പോൾ. ആ മീൻ കച്ചവടക്കാരെ കൊങ്ങാക്കി പിടിക്കലല്ല എൻ്റെ ലക്ഷ്യം. മനുഷ്യന്മാർ ഈ നിലക്ക് പോയാൽ എവിടുത്തെത്തും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വളരെ താഴ്മയായി എല്ലാവരോടും ഉണർത്തുന്നു. ഇതിൻ്റെ വീണ്ടും അടുത്ത ഭാഗം വിശദമായി പറയാം. ഗൗരവമായി ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുന്ന കാര്യങ്ങളിൽ പാഠ്യപദ്ധതി പരിഷ്കരിച്ചും അത്തരം കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ബോധവൽക്കരണം നടത്തിയും ആരോഗ്യവകുപ്പ് പുനഃക്രമീകരിക്കാത്ത കാലത്തോളം ആരോഗ്യവകുപ്പ് എന്ന് പറയാൻ അർഹതയില്ല എന്നും ആശുപത്രി വകുപ്പ് എന്ന പേരിൽ മന്ത്രിസഭയെ, ആ മന്ത്രിയുടെ മിനിസ്റ്ററിയെ ആശുപത്രി വകുപ്പ് എന്ന് പേര് മാറ്റണമെന്നും വളരെ താഴ്മയായി കേരള സർക്കാരിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് വളരെ താഴ്മയായി ബഹുമാനപ്പെട്ട സർക്കാരിനോട് അപേക്ഷിക്കാനുള്ള കാര്യമാണ്. ആരോഗ്യ വകുപ്പ് എന്നൊരു കാര്യം ഇപ്പോൾ സർക്കാരിൻ്റെ കീഴിൽ ഇല്ല. ഇപ്പോൾ ഉള്ളത് ആശുപത്രി വകുപ്പാണ്. ആരോഗ്യം, എങ്ങനെ ജനങ്ങളുടെ ആരോഗ്യം നിലനിൽക്കും, എങ്ങനെ ആരോഗ്യവത്തായ ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടാകും എന്നതിന് ഒരു പാഠ്യപദ്ധതി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. 2, ആരോഗ്യം നിലനിർത്താനുള്ള ഒരു പഠനമോ ആരോഗ്യം നിലനിർത്താനുള്ള ചേരുവയോ അതിനാവശ്യമായ ക്രമീകരണങ്ങളോ സർക്കാർ ഇന്നുവരെയും ചെയ്തിട്ടില്ല. ആശുപത്രി ആരോഗ്യ കേന്ദ്രം അല്ല, ആശുപത്രി മാത്രമാണ്. അത് ആരോഗ്യ കേന്ദ്രം അല്ല. അവിടെ പോയാൽ ചില കെമിക്കലുകൾ കഴിച്ചിട്ട് ജനങ്ങളുടെ രോഗം മാറാം, മറ്റൊരു രോഗത്തിലേക്ക് തയ്യാറെടുത്ത് പോരാം എന്നല്ലാതെ അതെന്തല്ല ആശുപത്രി. എന്തല്ല പറ? ആശുപത്രി എന്തല്ല? ആശുപത്രി ആരോഗ്യ കേന്ദ്രം അല്ല. അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് എന്ന പേരിൽ ഇന്ന് നിലനിൽക്കുന്ന മിനിസ്ട്രി ആരോഗ്യ വകുപ്പും അല്ല, അത് ആശുപത്രി വകുപ്പ് മാത്രമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് എൻ്റെ താഴ്മയായ അപേക്ഷയാണ്, നിങ്ങളുടെ കീഴിലുള്ള ആരോഗ്യ വകുപ്പ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിന് ആശുപത്രി വകുപ്പ് എന്ന് പേര് മാറ്റി ചേർക്കണം എന്ന് ഈ സന്ദർഭത്തിൽ താഴ്മയായി നിങ്ങളെ ഞാൻ നിങ്ങൾ ജനങ്ങളെ പറ്റിക്കരുത്.
കാരണം നിങ്ങൾ ആരോഗ്യ വകുപ്പ് അല്ല, നിങ്ങൾ ആശുപത്രി വകുപ്പാണ്. ജനങ്ങൾക്ക് എങ്ങനെ, ഇപ്പൊ കുട്ടികൾ, നമ്മൾ പാവപ്പെട്ട മക്കൾ പ്രാഥമിക പാഠം വരെ നൽകണം. എങ്ങനെ എൻ്റെ ആരോഗ്യം സംരക്ഷിക്കും എന്ന് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്തും പിടിയുമില്ല. ഏതോ യൂറോപ്യന്മാർ എഴുതി വിടുന്നത് പുസ്തകമാക്കി അച്ചടിച്ച് കൊടുക്കലാണോ നമ്മുടെ ധർമ്മം? എന്താണ് നമ്മുടെ ധർമ്മം? നമ്മുടെ ജനങ്ങൾക്ക് ഒന്നാമതായി വേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ മുമ്പ് എന്താ വേണ്ടത്? ആരോഗ്യമല്ലേ വേണ്ടത്? എന്താ ഒരു മനുഷ്യന് വേണ്ടത്? അവൻ വിദ്യ അഭ്യസിക്കുന്നില്ലെങ്കിലും അവൻ ഒരാളായാൽ അവനും അവന്റെ കുടുംബത്തിനും അവന്റെ സമൂഹത്തിനും അവന്റെ രാജ്യത്തിനും ജനങ്ങൾ ആ വ്യക്തിയെ ഉപകരിക്കും. ആരോഗ്യമില്ലാത്ത കുറെ മനുഷ്യന്മാരുടെ എന്താ കാര്യം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ രാജ്യത്തെ 140 ചില്ലാനോ കോടി ജനങ്ങൾ ആരോഗ്യമുള്ളവരായി മാറിയാൽ, അവരവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ആരോഗ്യം ഉണ്ടായാൽ നമ്മളെ ലോകം ഭയപ്പെടും. ഇന്ന് ലോകത്തെ എല്ലാ രോഗങ്ങളുടെയും കേന്ദ്രമാണ് കേരളം. നമ്മുടെ ആര് ഭയപ്പെടാൻ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, പ്രാഥമിക പാഠം മുതൽ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള പാഠം കുട്ടികൾക്ക് നൽകിയില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ രോഗികളുടെ കേന്ദ്രമായി നിൽക്കുന്ന നമുക്ക് ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തുകയല്ലാതെ ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് ആരോഗ്യ വകുപ്പിനെ ആരോഗ്യ വകുപ്പാക്കാൻ ശ്രമിക്കണം. കേരള സർക്കാർ ഗൗരവമായി കാര്യം കണക്കിലെടുക്കണം. കുറെ റോഡും തോടും ഉണ്ടാക്കുകയല്ല ആവശ്യം. ഇപ്പൊ നാട്ടിൽ പല ജാതി വികസനങ്ങളും ബഹുമാനപ്പെട്ട് കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ മലപ്പുറം ജില്ലക്ക് വേണ്ടി ചെയ്യുന്നത്? എന്താ മലപ്പുറം ജില്ലക്ക് വേണ്ടി സർക്കാരിന്റെ പുതിയ വാഗ്ദത്തം എന്ത്? ഏറ്റവും വലിയ ഇന്ത്യയിലെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ക്യാൻസർ സെന്റർ ആണ്. എവിടെ വരാൻ പോകുന്നത്? അയ്യയ്യേ, എന്റെ മലപ്പുറത്തുകാരെ നാണുണ്ടോ നിങ്ങൾക്ക്? അയ്യയ്യേ, എന്റെ മലപ്പുറത്തുകാരെ നിങ്ങൾക്ക് നാണുണ്ടോ? അയ്യയ്യേ, എന്റെ മലപ്പുറത്തുകാരെ നിങ്ങൾ മാപ്പിളാരാണോ? ഷാമികളായ ഡോക്ടർമാർ മദീനയിൽ വന്ന് മാസങ്ങളോളം താമസിച്ചിട്ടും ഒരു രോഗിയെ കിട്ടിയില്ല. ഈ സംഭവം സാദുൽ മഅദിൽ ഹാഫിദ് ഇബ്നു ഖയ്യിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ വകയല്ല, പഠിച്ചു നോക്ക്. അപ്പോൾ എന്താ വിഷയം? നഈഷു ബിൽ ഖുർആനി വസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അങ്ങനെ പ്രയാസകരമായ രോഗങ്ങൾ ഉണ്ടാവില്ല. എന്താ കാച്ചിപ്പനിയൊക്കെ ഉണ്ടാവുള്ളൂ, അത്ര ഉണ്ടാവും. ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്ന ചെറിയ കാച്ചിപ്പനി ഉണ്ടാവും, അതിനപ്പുറമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? യുദ്ധത്തിൽ മുറിവേറ്റാൽ പോലും മണിക്കൂറുകൾ കൊണ്ട് ഉണങ്ങുവർക്ക്. കാരണം അവർ നാച്ചുറൽ സിസ്റ്റത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇന്ന് കേരളം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് മലപ്പുറം ജില്ലക്ക്. എന്ത്? 2 വാഗ്ദത്തങ്ങളാണ് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ? ഒന്ന്, ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ മലപ്പുറത്താവാൻ പോവാണ്. ഓ, 2 ഏറ്റവും വലിയ സ്പോർട്സ് സ്റ്റേഡിയം, ഏറ്റവും വലിയ പന്തുകളി സ്റ്റേഡിയവും വരാൻ പോകും. 2 വാഗ്ദത്താണുള്ളത്. അയ്യേ, ഇതൊക്കെ എത്ര വലിപ്പുണ്ടല്ലടാ. എന്താ കാര്യം എന്താണെന്നറിയാം? ഇനി അതിനനുസരിച്ച് നമ്മൾ എന്തുണ്ടാക്കും? നമ്മളെ കുറച്ച് എല്ലാ ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും കൂടി മലപ്പുറത്തും കോഴിക്കോട്ടും ഡയാലിസിസ് സെൻ്ററും ഉണ്ടാക്കും. അപ്പോൾ ഇവരൊക്കെ മഹാന്മാരായി വോട്ട് കിട്ടേണ്ടവരായി തീരും. എന്തുകൊണ്ട്? ഡയാലിസിസ് സെൻ്റർ നമുക്ക് നടത്തിത്തരുന്ന ഒരിക്കൽ നമ്മൾ വോട്ട് കൊടുക്കണ്ടേ? അപ്പോൾ എത്രയും ഡയാലിസിസ് സെൻ്റർ കൂട്ടാനാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കേണ്ടത്. കാരണം അതിനനുസരിച്ച് എന്ത് കൂടും? വോട്ട് കൂടും. ജനങ്ങളൊക്കെ ആരോഗ്യമുള്ളവരായാൽ വോട്ട് കുറയും. എന്തെങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി ഇന്ന് തുറച്ചു നോക്കണം. ഡയാലിസിസ് സെൻ്റർ ഉണ്ടാവട്ടോ, അതിനനുസരിച്ചല്ലേ എന്തുണ്ടാവുള്ളൂ? വോട്ട് ഉണ്ടാവുള്ളൂ. അതിനോരോ കമ്മിറ്റികൾ ഉണ്ടായിക്കളി. എന്നിട്ട് ഡയാലിസിസ് സെന്റർ ഉണ്ടാക്കി. സൗജന്യ ഡയാലിസിസ് സെന്റർ. വോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റൂല. വോട്ട് കിട്ടണല്ലോ, വോട്ടല്ലേ നമുക്ക് ആവശ്യം. അയ്യയ്യ, എൻ്റെ ഞങ്ങളെ ജാമൂസുകൾ എന്ന് പറഞ്ഞാൽ ജാമൂസുകൾ കേസ് കൊടുക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. മലപ്പുറത്ത് കോഴിക്കോടൊക്കെ ഉള്ള ആളുകൾ ഉണർന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ഈ അവസ്ഥ മാറണം. ലോകത്തെ ഏറ്റവും വലിയ ഒന്നിനും പറ്റാത്തവർ നമ്മളായി അധപ്പതിച്ചു. കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല.
ആർക്കും ഇല്ല. നീ ഇസ്ലാം പഠിക്കുന്ന ആളുകൾക്ക് എന്താരോഗ്യ ബോർഡാണുള്ളത്? കിതാബിൽ എന്തെങ്കിലും ആരോഗ്യത്തിനെ പറ്റി പഠിപ്പിക്കാറുണ്ടോ? ഈ കിതാബ് പഠിച്ചും പഠിപ്പിച്ചും നടക്കുന്നവന് ഒരാരോഗ്യം ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവാനാണ് ഈ മതം അവിടെ പഠിപ്പിച്ചത്. പറയടും എന്താണ് മേടിച്ചു നോക്കിയിരിക്കണം എൻ്റെ മതത്തേക്ക്. ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവാൻ പഠിപ്പിച്ച ആരോഗ്യമുള്ള ലോകത്തെ ആൺകുട്ടി പഠിപ്പിച്ച മതമാണടാ ഇസ്ലാം. അവർ മൂല്യർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താ? ആരോഗ്യം. മൂല്യർക്ക് തീരെ ഇല്ലാത്ത സാധനം എന്താ? ആരോഗ്യം. കണ്ടോടത്തൊക്കെ മുണുങ്ങും. ഒന്നും ഉണ്ടായിട്ട് പറയല്ല, കുറച്ച് ചൂടായി പറഞ്ഞാലേ നിങ്ങൾക്കൊരു അന്തം വരും. എന്നോടുള്ള ദേഷ്യത്തിനെങ്കിലും നിങ്ങൾക്കൊരു അന്തം വന്നാലോ? ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് പറഞ്ഞാൽ നടക്കാനും ഇരിക്കാനും ഒക്കെ വയ്യായിരുന്നു. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തതാണ് ഇസ്ലാം. അങ്ങനെയാണോ ഇസ്ലാം? ലോകത്ത് 63-ാമത്തെ വയസ്സിൽ മരിച്ചപ്പോൾ ഒരു മുൻപല്ലിൻ്റെ തുമ്പ് പൊട്ടിയിട്ടേ ഉള്ളൂ. അത് ഉഹദിൽ പൊട്ടിയത്. കണ്ണിന് കാഴ്ച ശക്തിക്കൊരു കുറവുമില്ല. 18 മുടിയാണ് നരച്ചത്. അതെങ്ങനെ നരച്ചത്? ഷയ്യബത്തിന് ഹൂദ് സൂറത്ത് ഇറങ്ങിയപ്പോൾ എനിക്കുള്ളിൽ പേടിയായി, അങ്ങനെ നരച്ചതാണ്. എന്താ പറഞ്ഞു? ഹൂദ് സൂറത്ത് ഇറങ്ങിയപ്പോൾ, ഹൂദ് എന്ന അധ്യായം സൂറത്ത് ഹൂദ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്കിറക്കി തന്നപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ട് പേടിച്ചു. അപ്പോൾ ഷയ്യബത്തിന് ഹൂദ് പൊടുന്നനെ ഞാൻ നരച്ചു. അതാ നിരക്കാൻ കാരണം. അല്ലാതെ എന്തല്ല, അനാരോഗ്യമല്ല. മുഹമ്മദ് മുസ്തഫാക്ക് നിരക്കാൻ കാരണം എന്തല്ല, അനാരോഗ്യമല്ല. പിന്നെന്താ കാരണം? പടച്ചവനെ പേടി. അങ്ങനെ നിരച്ച കണ്ണിന് കാഴ്ചശക്തി കുറവില്ല, പല്ലിന് കുഴപ്പമില്ല. ഒരിക്കൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കാലിൻ്റെ മുകളിൽ റസൂലുള്ളാഹിൻ്റെ കാൽ വന്നു പോയി. അലിയാ പറയണേ, ഏറ്റവും വലിയ കരുകരുത്തനായ ആളാണ് ആര്? അലി പറയാ, എൻ്റെ തൊടയെല്ല് പൊട്ടുമെന്ന് ഞാൻ പേടിച്ചു പോയി. കാരണം റസൂലുള്ളാഹിൻ്റെ കാല് എൻ്റെ കാലിൻ്റെ മേലെ വന്നപ്പോൾ എൻ്റെ കാല് പൊട്ടുമോ എന്ന് ഞാൻ പേടിച്ചു. എൻ്റെ തൊടയസ്ഥി പൊട്ടുമോ? കാരണം ഭാരം അത്രയും കരുത്ത എല്ലിൻ്റെ കരുത്ത്, പല്ലിൻ്റെ കരുത്ത്, ഇതൊക്കെ മനുഷ്യൻ്റെ ആരോഗ്യം. അപ്പം ലോകത്തെ ഇസ്ലാം മതം പഠിക്കണ കുട്ടി ആദ്യം പഠിക്കേണ്ടത് എന്താ? എന്നാൽ തീരെ പഠിക്കാത്ത എന്താ? ആരോഗ്യം. എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു മൂല്യരോട് ചോദിച്ചു നോക്കി, അവർക്കറിയില്ല. കാരണം അല്ലേ പഠിപ്പിച്ചില്ല. അതല്ലേ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതല്ലേ എല്ലാവരും പഠിച്ചത്. അതല്ലേ വലിയ കാര്യം. സ്വഹാബത്തുകളൊക്കെ ആരോഗ്യമുള്ളവരല്ലേ. ആയുർവേദം ഒരു ഹിന്ദു ആചാര്യം ആദ്യം പഠിക്കേണ്ടത്. ഇപ്പോൾ സർക്കാർ ഗവൺമെൻറ് ആദ്യം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ജോലിയല്ല, എന്താണ്? ആരോഗ്യം. ആരോഗ്യമുള്ള മണ്ണിൽ പൂളുണ്ടാക്കി ജീവിച്ചോളൂ. കുറെ രോഗികളെ കിട്ടിയിട്ട് എന്താ കാര്യം? ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രോഗികളെ കേന്ദ്രമാണ് ഏത്? കേരളം. പിന്നെ ഇവിടെ ഈ ഇതിന് എന്തർത്ഥമുള്ളത്? അപ്പോൾ പ്രാഥമിക പാഠം മുതലേ കുട്ടികൾക്ക് എന്ത് പഠിപ്പിക്കണം? ആരോഗ്യം. ഇപ്പം ഞാൻ പറയട്ടെ, ഇതാ പറയാം, LKG UKG ഈ സമയത്ത് തന്നെ ആ കുട്ടിക്ക് അറിയാവുന്ന ആരോഗ്യശീലങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലായിടത്തും ഇരിക്കരുത് മോളെ, എല്ലായിടത്തും കാലിൽ ചെരുപ്പിടണം, ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് മനസ്സിലാവേണ്ട പറഞ്ഞു. അതാണ് കുട്ടിക്ക് എഴുതി കൊടുക്കേണ്ടത്. കുട്ടിക്ക് മലയാള അക്ഷരം പഠിക്കുമ്പോൾ ആരോഗ്യം പഠിക്കേണ്ടത്. പറഞ്ഞത് മനസ്സിലായോ? നമുക്ക് ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആ രാജ്യത്തിൻ്റെ സമ്പത്ത് മാൻ പവർ അല്ലേ. അതിന് ആ ജനങ്ങൾക്ക് എന്ത് വേണം? പറയൂ, ആരോഗ്യമല്ലേ വേണ്ടത്. അപ്പം നമ്മുടെ 1-ാം ക്ലാസ്സിലെ സ്കൂളിൽ മുതൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താ? ആരോഗ്യം. ദീനിയാത്ത് അമലിയാത്ത് മാത്രമല്ല, സഹിയാത്ത് എന്നൊരു കിതാബും കൂടി ഉണ്ടാക്കണം. ആരോഗ്യ വിഷയങ്ങൾ. ദീനിയാത്ത് അമലിയാത്ത് വയലിട്ടാൽ മതി. മനസ്സിലായില്ല? സഹിയാത്ത് ആരോഗ്യ വിഷയങ്ങൾ, ദീനിയാത്ത് അമലിയാത്ത് അഖ്ലാഖ് പോലെ എന്ത് പഠിപ്പിക്കണം? 1-ാം ക്ലാസ് വരെ മുതൽ എന്ത് പഠിപ്പിക്കണം? സഹിയാത്ത്. എന്ത്? ആരോഗ്യ നിയമങ്ങൾ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. കാരണം പഴയ കാലത്ത് അത് ആവശ്യമില്ല. കാരണം എല്ലാവർക്കും എന്തുണ്ട്? നാച്ചുറൽ വെള്ളം, നാച്ചുറൽ ഭക്ഷണം, നാച്ചുറൽ ഫുഡ്സ്, നാച്ചുറൽ സിസ്റ്റം.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായപ്പോൾ എല്ലാം നാച്ചുറലാണ്. പണ്ട് ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആരോഗ്യ നിയമങ്ങൾ വേറിട്ട് പഠിപ്പിക്കണം. അപ്പോൾ കൃത്യമായി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കൃത്യമായി മദ്രസയിലും സ്കൂളിലും മദ്രസയിൽ സഹിയാത്ത് എന്നൊരു വിഷയം കൂടി ഉൾപ്പെടുത്തണം. സ്കൂളിൽ പ്രാഥമികമായ 1-ാം ക്ലാസ്സോ LKGയോ മുതൽ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് ആരോഗ്യശീലങ്ങളെ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ ഒരു 10 കൊല്ലം കൂടി നമുക്ക് റീമേക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ രോഗികളുടെ കേന്ദ്രമാണ് ഏത്? കേരളം. അത് വളരെ ഭയപ്പെടണം. എന്ന് താഴ്മയോടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ പ്രഭാഷണം ഒരു പ്രബോധകൻ്റെ ബാധ്യത എന്ന നിലയിൽ നിസ്കാരവും നോമ്പും മാത്രം പറയലല്ലോ, ഒരു പ്രബോധകൻ്റെ ബാധ്യത. പ്രബോധകൻ്റെ ബാധ്യത പുണ്യ റസൂൽ പരിഗണിച്ചതൊക്കെ പരിഗണിക്കലാണ്. അസ്സഹത്തു ഖൈറും മിനൽ ഗിന, സമ്പത്തിനേക്കാളും പരിഗണിക്കേണ്ടത് ആരോഗ്യമാണെന്നാണ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത്. അള്ളാഹു നമ്മൾ ആരോഗ്യമുള്ളവരാക്കി തീർക്കട്ടെ.